എന്താ അത്രയ്ക്ക് ഗൗരവമുള്ളൊരു മാറ്റർ? പറയാം. അത് സച്ചേട്ടനും കൂടി അറിയേണ്ട കാര്യ. ധനുഷും സ്നേഹയും ഇതുവരെ അവരുടെ ജീവിതം തുടങ്ങിയിട്ടില്ല. അവര് തമ്മില് ഇതുവരെ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടില്ല. താൻ പറഞ്ഞു ശരിയായിരിക്കാം. പക്ഷേ എന്തിനൊരു കാരണം വേണമല്ലോ. കാരണമില്ലാത്ത ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല. രാത്രിയായാലും പകലായാലും ഒരു ഇല അടർന്നു വീണാലും അപ്രതീക്ഷിതമായി ഒരു കാറ്റടിച്ചാൽ പോലും. സച്ചേട്ടാ, ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തെ. അന്ന് ധനുഷിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയ സമയത്ത് അവന്റെ ഒരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടോ? അവന്റെ നമ്പർ ഒന്ന് തപ്പിയെടുക്കണം. അവനെ ഒന്നുകൂടി കാണണം. അവന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തുതരാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവര് തമ്മിൽ ഇത്രയും സ്നേഹിച്ചിട്ട് അതിനേക്കാൾ റിസ്ക് എടുത്ത് വിവാഹം കഴിച്ചിട്ട് അവളെ ഇങ്ങനെ അവൻ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ പറഞ്ഞതുപോലെ അതിന് പിന്നില് എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്കുള്ള വഴി തുറക്കാൻ അവന്റെ ആ കൂട്ടുകാരന് കഴിയും. സൂരജിനെന്നെ മനസ്സിലായോ? എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളന്ന് ധനുഷിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ പുതിയ വിഷയം? ധനുഷിനെ കുറിച്ച് അറിയാവുന്ന വിവരങ്ങളൊക്കെ അന്ന് ഞാൻ പറഞ്ഞാണല്ലോ. എനിക്കിപ്പോ അറിയേണ്ടത് മറ്റൊരു കാര്യം. അക്കാലത്ത് ധനുഷിന്റെ അടുത്ത സുഹൃത്തുക്കൾ ആരായിരുന്നു? ഞാൻ അന്വേഷിക്കുന്നത് ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് ധനുഷിനടുത്ത ബന്ധം ഉണ്ടായിരുന്നോന്നാ. ഇപ്പോഴും അവനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? അങ്ങനെ ഭീഷണിയൊന്നുമില്ല. പഴയതിൽ നിന്നും ധനുഷ് കുറേയേറെ മാറിയിട്ടുണ്ട്. പക്ഷേ ചില സംശയങ്ങളൊന്ന് തീർക്കാൻ വേണ്ടിയാ. ടെക്കിയായിരുന്ന കാലത്ത് അവൻ ഏതോ ഒരു പെണ്ണുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നറിയാം. ഇതാണോ ആ സ്ത്രീ? ഇതാണോ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ഞാൻ ആളെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായിരുന്നു അവര് തമ്മിലുള്ള ബന്ധം? പ്രേമമായിരുന്നോ അതോ വെറും സൗഹൃദമായിരുന്നോ? ഒരിക്കൽ അവന്റെ ലൈഫിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. ഒരു സ്കാമിൽ അവൻ അകപ്പെട്ടു. അന്ന് അവൻ ജയിലിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ അവനെ അതിൽ നിന്ന് രക്ഷിച്ചത് ആ പെൺകുട്ടിയാ. അങ്ങനെയായിരുന്നു ആ ഒരു ബന്ധത്തിന്റെ തുടക്കം. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അന്ന് ധനുഷിന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ധനുഷിന് അങ്ങനെ വളരെ ക്ലോസ് ആയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ആവശ്യത്തിനുള്ള ഫ്രണ്ട്സിനൊപ്പം നടക്കുന്നതായിരുന്നു അവന്റെ ശീലം. ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? ഇത് വലിയ ഇഷ്യൂ ഒന്നുമല്ല. ധനുഷ് ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററിനെ വിവാഹം കഴിച്ചു. ഞങ്ങളുടെ കമ്പനി തന്നെ ഇപ്പൊ ജോലിയുണ്ട്. അവര് തമ്മില് നല്ല സ്നേഹത്തിലോ. പിന്നെന്താ പ്രശ്നം? ധനുഷിന്റെ ലൈഫിനെ ഇപ്പോഴും ആ പഴയ സ്ത്രീ കൺട്രോൾ ചെയ്യുന്നുണ്ടോന്നൊരു സംശയം. അവര് ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ സംശയം തീർക്കാൻ പറ്റൂ. ആ സ്ത്രീയുടെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ സൂരജ് എന്നെ ഒന്ന് അറിയിക്കണം. തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങളുടെ മുഖത്തുണ്ടായി ഞെട്ടലുണ്ടല്ലോ, അത് മാത്രം മതി ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ. നീയേ ചുമ്മാ പിച്ചും പേയും പറയാതെ പോയി നിന്റെ ജോലി നോക്ക്. നീ എന്റെ പിന്നാലെ ഇങ്ങനെ വന്ന് എന്തേലും പറഞ്ഞാ ഞാൻ ഉടനെ പ്രതികരിക്കുന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീ മനസ്സിൽ കാണുമ്പോ അത് മാനത്ത് കാണാൻ എനിക്കറിയാം. ഇത് തന്നെയാ സൂരജും പറഞ്ഞത്. സൂരജോ? ഏത് സൂരജ്? ധനുഷിന്റെ സുഹൃത്ത്. അയാൾക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയാം. അയാൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഏതോ ഒരു പെണ്ണുമായിട്ട് ധനുഷിന് പ്രേമം ഉണ്ടായിരുന്നു പോലും. അവര് തമ്മിൽ കല്യാണം കഴിക്കുമെന്നാണ് സുഹൃത്തുക്കളെല്ലാം കരുതിയിരുന്നതെന്ന്. അതിന് ആ പെണ്ണ് നിങ്ങളാണെന്നുള്ള സത്യവും സൂരജ് എന്നോട് പറഞ്ഞു. കണ്ടോ, ഞാനത് പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മുഖം മാറി. അപ്പൊ ഞാൻ പറഞ്ഞതാണ് സത്യം അല്ലേ? ആണെങ്കിൽ ധനുഷും നിങ്ങളും തമ്മിൽ പല തവണ ആ സമയത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോഴൊക്കെ നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലാണ് സംസാരിച്ചിരുന്നത്. അന്ന് ഞാൻ ചോദിച്ചപ്പോ അങ്ങും ഇങ്ങും തൊടാതെ ചിലതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോ സൂരജ് പറഞ്ഞതും കൂടി ചേർത്ത് വായിക്കുമ്പോ എന്റെ ഊഹം ശരിയാണ്. നിങ്ങളുടെ കാമുകനായിരുന്നു ധനുഷ്. അതുകൊണ്ടാണ് അവനെ ഈ നെല്ലിശ്ശേരിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങളുടെ പിടിയിൽ നിന്ന് വിട്ടുമാറി അവനിപ്പോ സ്നേഹയെ വിവാഹം കഴിച്ചു. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്ന ഒരുത്തൻ പെട്ടെന്ന് കൈവിട്ടു പോയപ്പോ നിങ്ങളുടെ കൺട്രോൾ പോയി. അതുകൊണ്ടല്ലേ അവരിപ്പോഴും പൂർണ്ണമായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിയാതെ നടക്കുന്നത്. അവർക്കിടയിലെ പ്രശ്നം നിങ്ങളാണെന്ന് ധനുഷ് എന്നോട് പറഞ്ഞിട്ടില്ല. സ്നേഹിക്കും കാര്യം അറിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം അറിയാം. എല്ലാം. അപ്പോ നീ എന്നെക്കുറിച്ച് ഒരുപാട് അന്വേഷണം നടത്തിയല്ലേ? എന്നാലേ നീ കേട്ടത് പലതും ശരിയാ. ഞങ്ങൾ തമ്മില് അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എന്താ നീ ഷോക്കേറ്റ പോലെ നിൽക്കുന്നേ? നിനക്ക് ഇനി എന്നെ ചോദ്യം ചെയ്യണ്ടേ? ഇനിയുണ്ട് ഞങ്ങൾക്കിടയില് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് രഹസ്യങ്ങൾ. അതൊന്നും അന്വേഷിച്ച് നീ വേറെങ്ങോട്ടും പോണ്ട. എന്നോട് തന്നെ ചോദിച്ചാ പോരെ? ഒക്കെ ഞാൻ തന്നെ പറഞ്ഞു തരില്ലേ? അവനെ കണ്ടെടുത്തത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലത്തുനിന്നാ. അവനെ ഞാൻ എന്റെ കൂടെ നിർത്തി വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. പക്ഷേ ഇപ്പൊ അവൻ എന്റെ മുകളിലേക്ക് വല്ലാതങ്ങ് വളർന്ന് പന്തലിച്ചു പോയി.